ഹലോ പ്രിയ നിക്ഷേപകർ. വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൗഭേടക തതയെ അവന്ന് തതയെ തമമ്യ കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. കോർപ്പറേഷന്റെ ഓരോ സൂചകവും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പഠിക്കാം. കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ താരതമ്യം ചെയ്യും. വധയപ്തഭേവശമ മണധപമ ഫണഭോഗവധത ജവധയപമ വാരന ഏതമെന്നാണ് 2025 ജൂലൈ 18 വരെയുള്ള നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം വഴി ഗുരുദാമവയ കമ്പനി വധയപംതഭേവശമ മണധപമ ഫമറോഹവധജ ഉപവിഭാഗത്തിൽപ്പെടുന്നു. പർധനോഹഫബ 45 കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. കമ്പനിയുടെ ഫലം ഇതാണ്: 10.0.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 0.8 പോയിന്റാണ്. നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം 1.8 പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു. കമ്പനിയുടെ സ്കോറായ 0.5 പോയിന്റിനെതിരെ വധയപംതഭേവശമ മണധപന ഫണഭോഗവധത കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു. വധയപ്തഭേവശമ മണധപമ ഫമറോഹവധത ഉപവിഭാഗം ഓഹരികളും കമ്പനിയുടെ ഓഹരികൾ 12 മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും. വധയപ്തഭേവശമ മണധപന ഫമറോഹവധജ 90.7% ചലനാത്മകത കാണിച്ചു. ഉപവിഭാഗത്തിലെ പ്രൈസ് ഡൈനാമിക്സിനെതിരെ 62.3%. കമ്പനിയുടെ വിപണി മൂലധനം വധയപംതഭേവശമ മണധപന $25.9 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $869 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $4.49 ബില്യൺ. $210 ബില്യൺ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $1.5 ബില്യൺ. സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം വധയപംതഭേവശമ മണധപന വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ 2.98%. പുസ്തക മൂല്യം 2.134%. ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് $16.957 ബില്യൺ കടമുണ്ട്. കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ 378%. കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം വളരെ മോശം -2 പോയിന്റ്. കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും 32.7 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 34.5 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $793 മില്യൺ. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം $901 മില്യൺ. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 2.7 ആണ്. ഉപവിഭാഗം 3ന്റെ ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $9,530 മില്യൺ. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം $10,670 മില്യൺ. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാനത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. മാർജിനലിറ്റി 8.3%. ഉപവിഭാഗത്തിന്റെ ശരാശരി 8.7%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ പാസാബിൾ 0 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 1.572%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 90% കുറവാണ്.
ഒരു ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം $8,640,000 ഉപവിഭാഗത്തിന് $4,559,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൽ 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ ലാഭം $264,500,000. ഉപവിഭാഗം ശരാശരി $132,300. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഓർഗനൈസേഷന്റെ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം $3,178,000. ഉപവിഭാഗം $1,524,000. ഉപവിഭാഗ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓരോ ജീവനക്കാരനും വരുമാനം നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗ ശരാശരിയായ 1.9%വുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 2.3%. സാങ്കേതിക സൂചകം മധവ 14 കമ്പനിക്ക് 71% നിലവാരം കാണിക്കുന്നു. വധയപ്പഭിവഹമ മണഘേബ്മ ഫമഹോകവധത. ഉപവിഭാഗത്തിൽ നധവ ലെവൽ 14 ഏകദേശം 59%. കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം $59.44. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $64.63. നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം. അത് എല്ലാവർക്കും ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ്. ഓർഡർ ടേബിളിൽ ഷെയറുകൾ വിലയിരുത്തുന്നതിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി ഈ സീസണിൽ പൊതുവിൽ അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും അടങ്ങിയിരിക്കുന്നു. ഗുരുതഥനപയ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തിന്റെ ഫലമായി വധയവങ്കഭേവശമ മണഘമണ ഫണോകവധത മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതടവഭേദ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിലവിലെ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി. ഗുരുടവണഭയ.